നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പെട്ടെന്ന് മതം മാറിയാലേ നമ്മൾ പല ആളുകളും ഭയങ്കര ബേജാറിലാണ്, വിഷമത്തിലാണ്. വിഷമം ഉണ്ടാവുക, പക്ഷെ എന്തിനാ ബേജാറാവണേ? അയാളോട് ഭയങ്കര ദേഷ്യത്തിലാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഉദാഹരണത്തിന് ഒരു മുസ്ലിം മറ്റൊരു മതത്തിലേക്ക് പോയാൽ നമുക്ക് ഭയങ്കര ദേഷ്യം അദ്ദേഹത്തോട്, ഒരിക്കലും ആവശ്യമില്ല. അതേപോലെ ഒരു ഹിന്ദു ഒരു മുസ്ലിം ആയാൽ എന്തിനാണ് ഹിന്ദുക്കൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്? അതിൻ്റെയും ആവശ്യമില്ല. അതൊക്കെ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം, റൈറ്റ് ടു പ്രൊപ്പഗേഷൻ. അത് നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തന്നൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ മതപ്രബോധനം നടത്താം, മുസ്ലിങ്ങളുടെ മതപ്രബോധനം നടത്താം, ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ മതപ്രബോധനം നടത്താം, അതുപോലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതവും പ്രബോധനം ചെയ്യാം. പക്ഷേ അത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് കേൾക്കുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. അത് അവർക്ക് വിട്ടുകൊടുക്കുക, അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ തീരുമാനിക്കട്ടെ ഏത് മതത്തിലാണ് വിശ്വസിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടെ. അല്ലാതെ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു മതത്തിൽ പോകുമ്പോൾ എന്തിനാണ് ആ മതത്തിൽപ്പെട്ട ആളുകൾ വിഷമിക്കുന്നത്? വിഷമമുണ്ടാവും, പക്ഷേ അദ്ദേഹത്തിനോട് എന്ത് ചെയ്യാനാണ് വൈരാഗ്യം കാണിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുന്നത് എന്തിനാണ്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആരിഫ് ഹുസൈന്, അദ്ദേഹം ഇസ്ലാമിലായിരുന്നു, ഇസ്ലാമിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം ഒന്ന് പുറത്തുപോയി. നമ്മൾ അദ്ദേഹത്തെ വെറുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ, ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ കർത്തവ്യമാണ്. അത്രയേ ഉള്ളൂ. അതൊക്കെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. ഏതൊരു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനം, അതിൻ്റെ ലാസ്റ്റ് ഒരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അത് എന്താണെങ്കിലും, അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് അനുഭവിക്കേണ്ടത് ആ വ്യക്തി മാത്രമാണ്. അതുകൊണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കണം എന്ന സ്വാതന്ത്ര്യം ആ മനുഷ്യന് വിട്ടുകൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതവർഗീയ പരാമർശങ്ങൾ ഇങ്ങനെ നടത്തുകയല്ല വേണ്ടത്.